കട്ടപ്പന നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വികസന സെമിനാർ നടന്നു. നഗരസഭാ അധ്യക്ഷൻ ജോയി വെട്ടിക്കുഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ കട്ടപ്പന നഗരസഭയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ള കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായുള്ള കട്ടപ്പന നഗരസഭയുടെ 2026-27 വാർഷിക പദ്ധതിയുടെ രൂപീകരണ പ്രക്രിയയുടെ ഭാഗമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത്. പ്രാദേശിക സാമ്പത്തിക വികസനം, പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനം, ഖര മാലിന്യ സംസ്കരണം, പരിപാലനം, ജൈവ മാലിന്യ സംസ്കരണം, പൊതുജന ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 2026-27 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും KSWMB, ശുചിത്വ മിഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അവാർഡ്, ഹെൽത്ത് ഗ്രാന്റ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള വായ്പ മുതലായ സ്രോതസ്സുകളിൽ നിന്നുമുള്ള ഫണ്ടുകളും ക്രിയാത്മകമായി വിനിയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത്. പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പുകൾ, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, ഭിന്നശേഷിക്കാരുടെ പൊതുസഭ, ഊരുകൂട്ടങ്ങൾ, വാർഡുസഭകൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുതലായവയൊന്നും ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചാണ് കരട് വാർഷിക പദ്ധതികൾ തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതി രേഖ സെമിനാറിൽ ചർച്ചകൾക്കും നിർദ്ദേശങ്ങൾക്കുമായി സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മുമ്പ് നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പുകൾ വിളിച്ചുകൂട്ടുകയും ആ വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ മുനിസിപ്പൽ ഭരണസമിതിയുടെ നിർദ്ദേശങ്ങളും എല്ലാം കൂടി നമ്മൾ വാർഡ് സഭയിൽ അവതരിപ്പിക്കുകയും അവിടെ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് കരട് പദ്ധതി രേഖ തയ്യാറാക്കി വികസന സെമിനാർ നമ്മൾ അവതരിപ്പിക്കുന്നു. വികസന സെമിനാറിൽ വിവിധ മേഖലകളിലുള്ള ആളുകൾ പങ്കെടുത്തു. യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. മറ്റ് നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.